പശ്ചിമ ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 15 പേർ മരിച്ചു. 60 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ റെയിൽവേ മന്ത്രാലയം ധനസഹായം പ്രഖ്യാപിച്ചു. അശ്വിനി വൈഷ്ണവും മമതാ ബാനർജിയും അപകടം നടന്ന സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. രാവിലെ 8:30യോടെയാണ് ന്യൂ ജൽപൈഗുഡിക്ക് സമീപം രംഗപാണി സ്റ്റേഷനടുത്തായി അപകടമുണ്ടായത്. അഗർത്തലയിൽ നിന്ന് സിയാർഡയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ചരക്ക് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ തെറ്റിച്ചതാണ് അപകടത്തിന് കാരണം. അപകടത്തിൽ ചരക്ക് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് കോച്ച് ഡ്രൈവറും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡും മരിച്ചു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർച്ചയായി ഉണ്ടാകുന്ന ട്രെയിൻ അപകടങ്ങൾ റെയിൽവേയുടെ വീഴ്ചയാണ് കാട്ടുന്നതെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നു. റെയിൽവേയുടെ സ്വകാര്യവൽക്കരണം അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അപകടങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദി സർക്കാരിന് മാറി നിൽക്കാനാകില്ലെന്ന് മല്ലികാർജ്ജുൻ ഖർഗെയും പറഞ്ഞു. മുൻകാലങ്ങളിൽ അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് റെയിൽവേ മന്ത്രിമാർ രാജിവെക്കാറുണ്ടെന്ന് തേജസ്വി യാദവും കൂട്ടിച്ചേർത്തു. അപകടത്തെ തുടർന്ന് ഈ പാതയിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. 19 ട്രെയിനുകൾ റദ്ദാക്കി. നിരവധി ട്രെയിനുകൾ വഴിമാറ്റിവിട്ടു. അപകടത്തിൽപ്പെട്ട കാഞ്ചൻജംഗ എക്സ്പ്രസ് ശേഷിക്കുന്ന കോച്ചുകളുമായി യാത്ര തുടർന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.